ഹായ് ഓൾ എല്ലാവർക്കും മാർജോന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ മമ്മൂക്ക സ്പെഷ്യൽ ആയിട്ട് മമ്മൂക്കയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. മമ്മൂക്കയെ കുറിച്ച് കുറച്ച് സംസാരിക്കാനായിട്ട് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് മമ്മൂക്കയെ കുറിച്ച് സംസാരിക്കേണ്ടത് അല്ലേ? മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസും അതേപോലെ ഇനി വരാൻ പോകുന്ന മമ്മൂക്ക പടങ്ങളെ കുറിച്ചിട്ടുള്ള എന്റെ പ്രതീക്ഷകളും ഏതൊക്കെ പടങ്ങളാണ് വരാൻ പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ടും അതേപോലെ പുട്ടിന് വീര പോലെ മമ്മൂക്കയുടെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാസ് സീൻ കൂടെ ഇതിന്റെ കൂടെ ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മമ്മൂക്ക ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും മമ്മൂക്ക 2005 ശേഷം മമ്മൂക്കയെ ഏറ്റവും പീക്ക് ലെവലിലേക്ക് എത്തിച്ച ഒരു വർഷങ്ങൾ എന്ന് പറയുന്നത് 2022, 2023, ഇപ്പം 2024 എന്നീ വർഷങ്ങളിലാണ്. വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് മമ്മൂക്കയെ കാണാൻ കഴിഞ്ഞതും ഈ വർഷങ്ങളിലാണ്. ഒരുപാട് വൻ ബോക്സ് ഓഫീസ് വിജയങ്ങളൊന്നും ആയില്ലെങ്കിൽ കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് ക്രിട്ടിക്സ് പരമായിട്ട് നല്ല അഭിപ്രായങ്ങൾ തരുന്ന ഒരുപാട് സിനിമകൾ മമ്മൂക്ക ഇപ്പൊ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഭീഷ്മപർവം ഈ ഒരു സിനിമയോട് കൂടിയാണ് കോവിഡിന് ശേഷം മമ്മൂക്കയുടെ ആ ഒരു ഗ്രാഫ് ഉയരുന്നതിന് തുടക്കം കുറച്ച് വെച്ചത് ഈ ഒരു സിനിമയാണ്. ഭീഷ്മപർവം കോവിഡിന് ശേഷം ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചതും മമ്മൂക്ക തന്നെയാണ്. അതിനുശേഷമാണ് നൻപകൽ നേരത്ത് മയക്കം റിലീസാകുന്നത്. നിരൂപകരുടെ കയ്യിൽ നിന്നും പ്രേക്ഷകരുടെ കയ്യിൽ നിന്നൊക്കെ കേരള ഫിലിം ഫെസ്റ്റിവലിലാണ് ഈ ഒരു സിനിമ ആദ്യമേ പ്രദർശിപ്പിക്കുന്നത്. അവിടം തൊട്ട് അങ്ങോട്ട് പ്രശംസകൾ കൈപ്പറ്റാൻ തുടങ്ങിയ സിനിമയാണ്. തിയേറ്ററിലും ഈ ഒരു സിനിമ നല്ലൊരു റൺ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സിനിമയുടെ ജനറൽ ഓഫ് ബീറ്റ് പടമാണെന്നിരിക്കെ തന്നെ നല്ലൊരു രീതിയിൽ തന്നെയാണ് തിയേറ്ററിലും ഈ ഒരു പടം ഓടിയിട്ടുള്ളത്. തീർച്ചയായും മമ്മൂക്കയും ലിജു ജോസ് പല്ലിശ്ശേരിയും ഒക്കെ ഒരുപാട് പ്രശംസ കൈപ്പറ്റിയിട്ടുണ്ട് ഈ ഒരു പടത്തോടു കൂടി. അതിനുശേഷം ഇറങ്ങിയ സിനിമകളാണ് നമ്മുടെ കണ്ണൂർ സ്ക്വാഡ്, അതിനുശേഷം ഇപ്പം ഭ്രമയുഗം, കാതൽ, ഈ പറയുന്ന പടങ്ങളെല്ലാം മമ്മൂക്ക എന്ന ആക്ടറിനെ നല്ലതുപോലെ തന്നെ യൂസ് ചെയ്ത പടങ്ങളാണ്. പക്ഷേ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യൽ ചോദ്യം ചെയ്യുന്ന പടം ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സോ കാൾഡ് ഒരു മാസ് മസാല എന്റർടൈനർ പടം. തീർച്ചയായിട്ടും ബോക്സ് ഓഫീസ് വൈസ് നല്ലൊരു ആളെ കയറ്റണമെങ്കിൽ, കളക്ഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ജനറൽ പടം തന്നെ വരണം. ഒരു പരിധിവരെ ഭീഷ്മപർവം ഇറങ്ങിയ സാഹചര്യം നമുക്കറിയാം. തീർച്ചയായിട്ടും കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ നിൽക്കുന്ന സമയത്തായിരുന്നു ഭീഷ്മപർവം ഇറങ്ങിയത്. എന്നിട്ടും ഏകദേശം മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോസറായിട്ട് ആ ഒരു സിനിമ മാറി. അതിനുശേഷം കണ്ണൂർ സ്ക്വാഡ് ഒരു മൊത്തത്തിലൊരു മസാല എന്റർടൈനർ എന്നൊന്നും പറയാൻ സാധിക്കാത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ പടമാണ് കണ്ണൂർ സ്ക്വാഡ്. എന്നിരുന്നാൽ കൂടി നല്ലൊരു ബോക്സ് ഓഫീസ് റണ്ണും കളക്ഷനും ഒക്കെ ആ ഒരു പടവും കരസ്ഥമാക്കി. പക്ഷേ പറഞ്ഞ രീതിയിലുള്ള ഒരു മാസ് പടം അത് ഇറക്കാൻ പറ്റിയ ടൈം ഇതാണ്. കാരണം മമ്മൂക്ക ഇങ്ങനെ കണ്ടിന്യൂസ്ലി നല്ല പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പ്രോമിസ് നമുക്ക് നൽകുന്നുണ്ട് ഈ പടങ്ങൾ ചെയ്യുന്നതിലൂടെ. ഇനി ഇറങ്ങാൻ പോകുന്ന പടങ്ങൾ നിങ്ങൾക്ക് വിശ്വസിച്ച് തിയേറ്ററിലേക്ക് വന്ന് കാണാമെന്നുള്ളൊരു ഉറപ്പ് മമ്മൂക്ക നൽകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ ഹൗസ് നൽകുന്ന പടങ്ങൾ, അവിടെയാണ് ടെർബോ എന്ന മമ്മൂക്ക പടത്തിന് പ്രശസ്തി വരുന്നത്. ആ ഒരു പടത്തിന്റെ ഹൈപ്പ് കൂടുന്നതിന് ഏറ്റവും വലിയ കാരണം അത് വൈശാഖും മമ്മൂക്കയും ഒരുമിക്കുന്നു എന്നതിനുപരിയായിട്ട് ആ ഒരു മാസ് എന്റർടൈനർ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയാണ് എന്നുള്ളതാണ് ആ ഒരു പടത്തിന്റെ ഏറ്റവും വലിയ ഹൈപ്പിനുള്ള കാരണം. തീർച്ചയായിട്ടും വലിയൊരു ഇനിഷ്യലി തന്നെ ആ ഒരു പടം ഇടുമെന്ന് ഉറപ്പാണ്. അതിനുശേഷം നല്ല ഒരു പടമാണ്, പോസിറ്റീവ് റിപ്പോർട്ട്സ് ആണ് ആ ഒരു പടത്തിന് വരുന്നതെങ്കിൽ മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിന്റെ സ്റ്റാർഡം എന്താണെന്ന് കാണിക്കാൻ പോകുന്നത് ടെർബോ എന്ന പടമായിരിക്കും. അത് 100% ഉറപ്പാണ്. ഇപ്പൊ ഇറങ്ങിയ ഭ്രമയുഗം പോലും 50 കോടി കയറ്റിയിട്ട് നിൽക്കുന്ന ആ ഒരു നിൽപ്പാണ്. കാരണം ഭ്രമയുഗം പോലും എന്ന് പറയാനായിട്ടുള്ള കാരണം കംപ്ലീറ്റ്ലി ഒരു എക്സ്പെരിമെന്റൽ പടമായിരുന്നു ഭ്രമയുഗം. മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ ഒരു കാലഘട്ടത്തിൽ പടം ഇറക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു പടം അർഹിക്കുന്ന ആ ഒരു വിജയം തിയേറ്ററിൽ നേടിയിട്ടുണ്ട് എന്നുള്ളത് മോളിവുഡ് ഇൻഡസ്ട്രിക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എക്സ്പെരിമെന്റൽ മൂവി ആയിട്ടും ഫുള്ളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള പടമായിട്ടും കുറച്ചൊക്കെ സ്ലോ ആണ് പടം. എന്നിരുന്നിട്ട് കൂടി ഈ ഒരു സിനിമ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് അത് മോളിവുഡിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് കേട്ടോ. അത് എടുത്ത് പറയണം. മലയാളം പ്രേക്ഷകർ ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റൽ പടങ്ങളും തിയേറ്ററിൽ പോയി കാണാനായിട്ട് തയ്യാറാണ്. അത് നല്ല രീതിക്ക് എടുത്തു വെച്ചാൽ തിയേറ്ററിൽ പോയി വിജയിപ്പിച്ച് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതും ഈ ഒരു പടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ടെർബോയ്ക്ക് ശേഷം വരുന്ന മമ്മൂക്ക പടം അത് ബസൂക്കയാണ്, ഡീൻ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന സിനിമ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയുടെ ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടുള്ള പടങ്ങളിൽ ഏറ്റവും പ്രതീക്ഷ കുറഞ്ഞ പടമാണ്. എനിക്കറിയത്തില്ല ഡീൻ ഡെന്നീസ് എന്ന സംവിധായകൻ എത്രത്തോളം ആ ഒരു പടം നന്നാക്കും, മമ്മൂക്കയെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യും എന്നൊന്നും ഒരു പിടിയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രതീക്ഷ കുറഞ്ഞ മമ്മൂക്ക ചിത്രമാണ് ബസൂക്ക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ലുക്കിൽ വന്നപ്പോഴത്തേക്കും മമ്മൂക്കയുടെ ആ ഒരു ലുക്ക് ഒന്നും അത്ര രസമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും ബസൂക്ക എന്ന പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അതിനുശേഷം മമ്മൂക്കയുടെ ഏറെക്കുറെ ഉറപ്പിച്ച ഒരു പടം എന്ന് പറയുന്നത് മഹേഷ് നാരായണൻ പടമാണ്. ഇത്രയാണ് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള മമ്മൂക്കയുടെ ലൈനപ്പ് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് ടെർബോ, ബസൂക്ക, അതിനുശേഷം മഹേഷ് നാരായണൻ പടം, അതിനുശേഷം അമൽ നിരീത് പടമൊക്കെ ഉണ്ടെന്ന് എവിടെയൊക്കെയോ റൂമേഴ്സ് ആയിട്ട് കേട്ടിരുന്നു. പക്ഷെ അതെന്തായാലും ബിലാൽ അല്ല. എന്തായാലും അമൽ നരീത് ഒരു പടം വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇതൊക്കെയാണ് മമ്മൂക്കയുടെ ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഒക്കെ. എന്തായാലും മമ്മൂക്ക എന്ന മെഗാസ്റ്റാറിന്റെ ആ ഒരു സ്റ്റാർഡം ചോദ്യം ചെയ്യുന്ന പടങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കാരണം മമ്മൂക്ക എല്ലാം തീർന്നു. മമ്മൂക്കയ്ക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ചെയ്യാനില്ല എന്ന് കരുതി അടുത്താണ് മമ്മൂക്കയുടെ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. ഒരു കുത്തനെ ഉള്ളൊരു
കയറ്റമായിരുന്നു. ഗ്രാഫൊക്കെ വരയ്ക്കുവാണെങ്കിൽ മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ആ ഒരു ലെവൽ, കോവിഡിന് മുമ്പ് വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ലെവൽ പെട്ടെന്നൊരു കുത്തനെ ഒരു കയറ്റമായിരുന്നു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സിനിമാ പ്രേമി എന്ന രീതിക്ക് വളരെയധികം മമ്മൂക്ക ഇനിയും എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉള്ളത് നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കൊണ്ട് തരും എന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് വരുന്ന പടങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകത, ഒരു വിശ്വാസം ഇപ്പോൾ ഉണ്ട്. ഓക്കെ, അതിനായിട്ട് മമ്മൂക്കയുടെ കൂടുതൽ പടത്തിലായിട്ടൊക്കെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും മമ്മൂക്കയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാസ് സീൻ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും ഇനി ഏറ്റവും അടുത്ത് മമ്മൂക്കയുടെ ഒരു പടത്തിന്റെ അപ്ഡേറ്റ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ടെർബോ എന്ന പടത്തിന്റെ ടീസർ തന്നെ ആയിരിക്കും. അതിനായിട്ടുള്ള കട്ട വെയിറ്റിംഗിലാണ്. അപ്പൊ എന്തായാലും അത് വരുന്നവരേക്കും നമുക്ക് മമ്മൂക്കയുടെ ഒരു മാസ് സീൻ ഒന്ന് കാണാം, ഒരു മാസ് ഇൻട്രൊഡക്ഷൻ സീൻ. മമ്മൂക്കയുടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പടത്തിലെ ഒരു സീനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിലൊക്കെ കണ്ടപ്പോഴത്തേക്കും പടം ഏതാണെന്ന് മനസ്സിലായി കാണും. സാമ്രാജ്യം എന്ന പടത്തിലെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ റെഡി. ഓ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ പക്ക രോമാഞ്ചം. ഓ യാ മോനെ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഓ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് തന്നെ ഒരു പവർ ഉള്ളതാണ്. അത് അലക്സാണ്ടർ വരുന്നു. നീ അകത്തു. ഹലോ മിസ്റ്റർ അലക്സാണ്ടർ, വരണം, ഇരിക്കണം. നീ എന്നെ ഒറ്റിക്കൊടുത്തു അല്ലേ? ഓ, സോറി മിസ്റ്റർ അലക്സാണ്ടർ. പവർഫുൾ ആയിട്ടുള്ള ഒരു സൗണ്ട് മോഡുലേഷൻ. ഗവൺമെന്റിനെ സഹായിക്കേണ്ടത് ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് എ ഗുഡ് സിറ്റിസൺ. നീയും ചെയ്യുന്ന അതേ തൊഴിലാണ്. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നു. പക്ഷെ അതൊന്നും അല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങൾ പോലെ കളിക്കുക. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ മാതിരി അന്തിമയങ്ങുമ്പോ കടത്തിനെ കിടന്നിട്ട് വേണ്ട. സ്ട്രീറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അതെ, തെരുവിൽ കിടന്നാണ് ഞാൻ വളർന്നത്. ആ തെരുവ് തെണ്ടിത്തരം കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. പക്ഷേ വീണ്ടും എന്നെ കൊണ്ട് ആ തെണ്ടിത്തരം എടുപ്പിക്കരുത്. വരട്ടാതെ. നിന്നെ കണ്ടാൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന, നീ പറയുന്നതിൽ ഏറാൻ മൂളുന്ന തെരുവ് തണ്ടികളല്ല ഇവിടെ ഇരിക്കുന്നത്. ചുമ്മാ വരട്ടാൻ പറഞ്ഞതല്ല കൃഷ്ണദാസ്, ഐ എം സീരിയസ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, നിന്റെ ഏരീസിന്റെ എക്സ്പോർട്ടും കാണില്ല, ഇമ്പോർട്ടും കാണില്ല. ഈ ബിൽഡിങ്ങിന്റെ ഒരു ഇഷ്ടിക പോലും ബാക്കി കാണില്ല. എനിക്കറിയാം, നീ മിടുക്കനാ, എന്തിനും പോന്നവനും. അല്ലെങ്കിൽ മലേഷ്യൻ കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അതും ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ കടത്താൻ ആര് ധൈര്യപ്പെടും? പേടിക്കണ്ട, അതെല്ലാം നാളത്തെ ഫ്ലൈറ്റിൽ തന്നെ ഇവിടെ എത്തും. ആളും ബലവും മിടുക്കുമുള്ളവനല്ലേ നീ. അവരെ കൊണ്ട് നീ ഇതെല്ലാം നിന്റെ ഗോഡൌണിൽ നിന്ന് എത്തിക്കേ. നമുക്കൊന്ന് കളിച്ചു നോക്കാം. കളിക്കുന്നത് കൊള്ളാം, പക്ഷേ ഒരുപാട് കുഴികളുള്ള വഴിയാണ് എൻ്റേത്. കണ്ണു കെട്ടി കളിക്കുമ്പോൾ കൂടുതൽ സൂക്ഷിക്കണം. നമുക്ക് കാണാം. മിസ്റ്റർ അലക്സാണ്ടർ, ആദ്യമായിട്ട് എന്റെ ഓഫീസിൽ വന്നിട്ട്. നോ, ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം ഐ ആം കമ്മിങ് ഹിയർ. മൂന്നാമതൊരിക്കൽ കൂടി എന്നെ ഇവിടെ വരുത്തരുത്, ഓക്കെ?
ശരിക്കും പറഞ്ഞാൽ ഗജാതി പവറാണല്ലേ ആ ഒരു ഡയലോഗ് ഡെലിവറിക്കൊക്കെ, ആ ഒരു സൗണ്ട് മോഡുലേഷൻ ഒക്കെ, ആ ഒരു എന്താ പറയുക, അത്രയും പവർഫുൾ ആയിട്ടാണ് ആ ഒരു ഡയലോഗ്സ് ഒക്കെ പറയുന്നത്. തീർച്ചയായിട്ടും മമ്മൂക്കയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറിയുടെ ആ ഒരു കഴിവൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന പടങ്ങളും ഇനി വരണം. അതൊക്കെയാണ് ഇനി മമ്മൂക്കയിൽ നിന്ന് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹം. എല്ലാ രീതിയിലുള്ള മമ്മൂക്ക പടങ്ങളും ഇനി വരണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സീനാണ് ഞാനിപ്പം കണ്ടത്, നിങ്ങളുമായിട്ട് ഒരുമിച്ചിരുന്ന് കാണണമെന്ന് തോന്നിയത്. അത് എന്തോ ഈ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പവർഫുൾ ആയിട്ട് മമ്മൂക്കയെ ഭയങ്കര പവർഫുൾ ആയിട്ട് ഡയലോഗ് ഡെലിവറി, അങ്ങനെ ഭയങ്കര ഏച്ചുകെട്ടലുള്ള ഡയലോഗ്സ് ഒന്നും ഇതിനകത്തില്ല. പക്ഷെ അത്രയും പവർഫുൾ ആയിട്ട് തോന്നുന്നത് മമ്മൂക്കയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറിയിലൂടെയാണ്. ആ ഒരു മോഡുലേഷൻ, സൗണ്ട് മോഡുലേഷൻ, അതാണ് അതിന്റെ പ്രത്യേകത. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയും സീനുമാണിത്. ഓക്കെ, അപ്പൊ എന്തായാലും മമ്മൂക്കയുടെ കൂടുതൽ കിടക്കാച്ചി കിണ്ണം കാച്ചി പടങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.